അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രി സത്യം പറഞ്ഞാൽ സുൽഫത്തുമ്മക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയെ കൊണ്ടുപോകാൻ അറബിയുമ്മ വരുന്നുണ്ട്. അതെ, ഏകദേശം ഒരു മാസത്തോളം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അവളെയും കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കുന്നു. എന്തെന്നറിയില്ല, ആ കുട്ടി ഇവിടെ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു റാഹത്താണ്, വല്ലാത്തൊരു ഐശ്വര്യമാണ്. എന്തെനിക്കറിയില്ല. എനിക്ക് പെൺകുട്ടിയെ പഠിച്ച റബ്ബ് തന്നിട്ടില്ല. പക്ഷേ അതിനേക്കാളേറെ സ്നേഹം അവൾ എനിക്ക് നൽകുന്നുണ്ട്. അത്രക്കൊരു കെയറിങ് ആണ്. എന്നോട് ഇതുവരെയായിട്ട് ഒരു തട്ടുത്തരം പോലും പറഞ്ഞിട്ടില്ല. അത്രക്കും നല്ല രീതിയിൽ സ്വഭാവമുള്ളൊരു പെൺകുട്ടി. ദീനിൻ്റെ കാര്യത്തിലാണെങ്കിലോ അതിലേറെ ചിട്ടയും കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ മുസ്ലിമായി ജനിച്ച നമ്മൾക്കൊന്നും അത്ര രീതിയിൽ ചിട്ടയില്ല എന്ന് വരെ തോന്നിപ്പോവും. ആ രീതിയിലാണ് അവളുടെ കാര്യങ്ങൾ. പഠിച്ച റബ്ബേ, എന്തായാലും നിൻ്റെ അനുഗ്രഹം കൊണ്ട് അവളെ ഇസ്ലാമിലേക്ക് നീ എത്തിച്ചു, ഹിദായത്ത് നൽകി. അത് വല്ലാത്തൊരു സന്തോഷമാണ്. മുസ്ലിം ആയി കഴിഞ്ഞാൽ അവളെപ്പോലെ ജീവിക്കണം. അങ്ങനെയാണ് പെൺകുട്ടികൾ വേണ്ടത്. മാഷാ അല്ലാ. എന്നാലും എൻ്റെ മോൻക്ക് അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയല്ലോ, അതെന്നെ വല്ലാത്തൊരു ഐശ്വര്യമാണ്. അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ച രീതിയിലുള്ളൊരു പെണ്ണിനെ തന്നെ എൻ്റെ കുട്ടിക്ക് അള്ളാഹു നൽകി. നൂർ ഫാത്തിമയെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ചെറിയ രീതിയിൽ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ആങ്ങളുടെ മോളായ മുർഷിദക്ക്. അവൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നാഫിയെ കെട്ടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നാഫിയെ കാണുമ്പോൾ അവൾക്ക് എന്തൊക്കെയൊരു സ്വഭാവമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമില്ലായിരുന്നു ആ ഒരു കാലത്തൊന്നും, തനിച്ചിട്ടിട്ട് പോകാനൊക്കെ. കാരണം അവൾക്കൊരു തീരെ ഒരു എന്താ പറയുക, ഒരു മര്യാദ ഇല്ലാത്തൊരു കാട്ടിക്കൂട്ടിൽ നാഫി സ്വന്തം ആങ്ങളെ പോലെ തന്നെയാണ് അവൾ കരുതിയിരിക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും ചിന്തയുണ്ടോ എന്നെനിക്കറിയില്ല. നാഫിയെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒന്നും ഒരു മടിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ്. പാവം, എൻ്റെ കുട്ടി കുറേ ഒന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് അവളുടെ ഇടയിൽ നിന്ന്. സത്യം പറഞ്ഞാൽ അവനൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നു, ഉമ്മ മുർഷിദ് വലിയ കുട്ടി അയക്കണില്ലേ, പിന്നെ എന്താ അവൾ ഇങ്ങനെ എന്നെ തൊടലും പിടിക്കലൊക്കെ. സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അമ്മ, അതൊക്കെ ഹറാമാണ്. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കാണാൻ പോലും ശരിക്ക് പാടില്ല. പക്ഷേ ആ ഒരു സാഹചര്യം ഇവിടെ നടക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ജസ്റ്റ് വിട്ടു നിന്നൂടെ? ഇങ്ങനെ തൊടലും പിടിക്കലൊക്കെ എളാപ്പ മൂത്താപ്പ മക്കളായാലും ഇനിയിപ്പോൾ അനിയത്തിയുടെയും ജ്യേഷ്ഠത്തിയുടെയും മക്കളായാലും ഒരു പ്രായം കഴിഞ്ഞാൽ അത് ഹറാമാണുമ്മ. ഇത് ഉമ്മ ഒന്ന് പറയണം. ഞാൻ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. മോനെ, ഞാൻ എങ്ങനെ ഓളോട് പറയാൻ അറിയണില്ല. ആ കുട്ടിയുടെ വലുതാണി അനുസരിച്ച് ഇങ്ങനെ വികൃതി കൂടിക്കൂടി വരികയാണ്. എന്താ അറിയില്ല, എൻ്റെ അടുത്തേക്ക് അധികം ഒരു വരവാണല്ലേ. അതേ ഉമ്മ, സത്യം പറഞ്ഞാൽ ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവൾ ആ ദിവസം ഓടിക്കതച്ച് വരാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പേടിയാണുമ്മ സത്യത്തിൽ. ഒന്നുമില്ലെങ്കിൽ ഞാൻ മതപരമായ അറിവുള്ളൊരാളല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊരിക്കലും പല സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവമാണിത്. അതായത് അമ്മായിൻ്റെ മക്കളായാലും എളാപ്പ മൂത്താപ്പ മക്കളായാലും അവർ പരസ്പരം തൊടുക പിടിക്കുക അങ്ങനെയൊക്കെ ഒരിക്കലും പാടില്ല. ശരിക്കും കുടുംബക്കാരിടയിലാണ് ഇബ്ലീസ് വരിക. കുടുംബങ്ങൾ തമ്മിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും അത് തെറ്റിദ്ധരിക്കൂല. കാരണം അത് എളാപ്പാൻ്റെ മോനല്ലേ, അത് മൂത്താപ്പാൻ്റെ മോനല്ലേ, അത് അമ്മായിൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് നല്ല രീതിയിലുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ അവർ ടച്ച് ചെയ്താലും കുഴപ്പമില്ല, പിടിച്ചാലും കുഴപ്പമില്ല, ഒന്നിനൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ പല തെറ്റുകളും സംഭവിക്കാൻ വലിയൊരു ചാൻസാണിത്. കാരണം ധൈര്യമായി വീട്ടിലേക്ക് പ്രവേശിക്കാം, ആരൊന്നും പറയില്ല. വീട്ടിൽ ആളില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും വലിയ വലിയ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുമല്ല, രണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചാകുമ്പോൾ മൂന്നാമതൊരു ബിലീസ് വരും എന്നല്ലേ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മ സത്യം പറഞ്ഞാൽ പ്രയാസമാണ്. അന്ന് ഞാനൊരിക്കൽ തൊട്ടടുത്ത അപ്പുറത്തുള്ള വീട്ടിലെ ഒരു കുട്ടിയുടെ മുടികളച്ചിലിന് വേണ്ടി പോവുകയാണ്, ഒരു ഫംഗ്ഷന്. ആ സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു. അവളെ ഞാൻ വിളിച്ചു, അവൾ വന്നില്ല. അല്ലെങ്കിൽ മോള് വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, ഇവിടെ നാഫി ഒറ്റക്കല്ലേ, അതിനിപ്പോൾ എന്താ ഞാൻ നിന്നോന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ പേടിച്ചിട്ടുണ്ടാവും. എന്നാലും എൻ്റെ മോൻ എനിക്ക് വിശ്വാസമുണ്ട്, അവനൊന്നും ചെയ്യൂല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഫംഗ്ഷനിൽ കൂടി തിരിച്ചു പോരാനുണ്ടായത്. കാരണം ഒരാണും ഒരു പെണ്ണുമാണ്. നമ്മൾ അവസരം ഒരിക്കലും ഒരുക്കി കൊടുക്കാൻ പാടില്ല. ഓള് എൻ്റെ ആങ്ങളുടെ മോളാണ്, അവനാണെങ്കിൽ എൻ്റെ മോനുമാണ്. എന്തൊക്കെ തന്നെയായാലും ആങ്ങളെ പെങ്ങള മക്കളാണ്. പക്ഷേ അവർ അന്യരാണ്.
ഒരിക്കലും അവർ ഒരുമിച്ച് തനിച്ചാവാൻ പാടില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. പഠിച്ചോനെ ഇപ്പം എന്തായാലും ആ പെണ്ണിൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ അറബിയമ്മയാണ് കാരണം. അറബിയമ്മ നന്നായിട്ട് ക്ലാസ് എടുത്തു കൊടുത്തു. കാരണം മറ്റൊന്നുമല്ല, തലാലിൻ്റെ കൂടെ കുതിരസവാരിക്ക് പോയതല്ലേ ഒറ്റയ്ക്ക്. തലാൽ വാ പ്ലീസ്, നമുക്ക് കുതിരസവാരി നടത്തുക, എനിക്കിഷ്ടമാണ്. തലാലാണെങ്കിൽ അവളുടെ പിന്നാലെ പോവുകയും ചെയ്യും. പിന്നെ ഒരു പെണ്ണിങ്ങനെ കൊഞ്ചി പറയുമ്പോൾ ഏത് ആണുങ്ങളതിൽ മയങ്ങിപ്പോവില്ലേ. അതെ, അങ്ങനെ പിന്നെന്തായാലും അറബിയമ്മ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുത്ത് ഒക്കെ ശരിയായി. ഇപ്പം മാഷാ അല്ലാ അൽഹംദുലില്ലാ അവൾ നല്ലൊരു പെൺകുട്ടിയായി മാറി. എൻ്റെ മോള് മുർഷിദ, എൻ്റെ ആങ്ങളുടെ കുട്ടി മുർഷി, ഇപ്പോൾ എല്ലാം കൊണ്ടും അവൾ റാഹത്താണ്. ഇപ്പോൾ ഹിജാബ് ധരിക്കാതെ അവൾ പുറത്തിറങ്ങൂല. നല്ല സൂക്ഷ്മതയാണ്. ഇപ്പോൾ നാഫിയുടെ മുമ്പിലൊക്കെ ഒരു മറയുണ്ട്. മറ്റത് എന്തായിരുന്നു കാട്ടിക്കൂട്ടിയിരുന്നത്. അള്ളാഹുവേ, പഠിച്ചോ നന്നാക്കാൻ വിചാരിച്ചാൽ ഇത്രേ ഉള്ളൂ. എന്നാലും ഇതിനൊക്കെ കാരണക്കാരി അറബിയമ്മ തന്നെയാണ്. പഠിച്ചോനെ അവർക്ക് നീ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനേ, ആമീൻ. എന്താടി നീ ഇങ്ങനെ ആലോചിച്ച് കിടക്കണത്? സുൽഫത്തുമ്മയോട് അതാ ഹസ്ബൻഡ് ചോദിക്കുന്നു. അല്ലേ, ഞാൻ നമ്മളെ പഴയ കാലൊക്കെ ഒന്ന് ആലോചിച്ചാണ്. നമ്മളെ മോൻ്റെ കല്യാണത്തിന് മുമ്പേ മുർഷിൻ്റെ കഥയൊക്കെ ഒന്ന് ആലോചിച്ചതായിരുന്നു. അവർക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ. അത് പറ്റൂലേ. അതെന്തെന്ന് വെച്ചാൽ കുടുംബങ്ങൾ ഒരിക്കലും നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. ചെറിയൊരു തെറ്റും പ്രശ്നവും വന്നാലെന്താ ആകെ കുളമാവും. എനിക്ക് എൻ്റെ ആങ്ങളെ നഷ്ടപ്പെടും, ഫാമിലിയെ നഷ്ടപ്പെടും, പിന്നെ രണ്ട് ചേരിയാകും. അതുകൊണ്ടാണ് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, കുടുംബത്തിൽ നിന്ന് നിങ്ങൾ കഴിയുന്നത് എടുക്കരുത്, കല്യാണം ദൂരെ നിന്നാക്കാൻ. ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ കുടുംബം മൊത്തത്തിൽ തെറ്റുന്നൊരു കേസായി മാറും. അതുകൊണ്ട് എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ മുർഷിൻ്റെ അമ്മക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കറിയാം, നാഫിമോനെ വലിയ ഇഷ്ടമായിരുന്നു ഓർക്കും. മരുമകനായി കിട്ടിയാൽ നമ്മളെ മോനെന്ന് വെച്ചാൽ എന്താ ഒരു കുറവ്, ഒന്നുമില്ലല്ലോ. പിന്നെ ഉസ്താദാണ്. പിന്നെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നമുക്ക് അൽഹംദുലില്ലാ ഉണ്ടായതുകൊണ്ട് ഉസ്താദുമാർക്ക് ഒരുപാട് ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ നല്ല ബർക്കത്തുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഓൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഓളിങ്ങനെ പറയായിരുന്നു, നാഫിമോൻ്റെ സ്വഭാവവും കാര്യങ്ങളും അല്ലേ, ഓൻ നല്ലൊരു ദീനുള്ള കുട്ടിയാണ്. പക്ഷെ എൻ്റെ മുർഷിദാക്കൊന്നും അങ്ങനത്തെ ഒരൊന്നും പറ്റുന്നില്ല. അവൾ കുറച്ച് ഫാഷനും കാര്യമൊക്കെ വേണം. പക്ഷേ നാഫിന് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ സൂചന എനിക്ക് നൽകിയിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. ഓളാണെങ്കിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഓൾക്ക് ഹയറായത് ഇനി വേറെ കിട്ടട്ടെ. എന്തായാലും നമുക്ക് കിട്ടിയ മരുമകളെ അൽഹംദുലില്ലാ മാഷാ അല്ലാ നല്ലൊരു പെൺകുട്ടി തന്നെയാണ് അല്ലേ. ആദ്യം ക്രിസ്ത്യാനി ആയാലെന്താ, ഇസ്ലാമിലേക്ക് വന്നിട്ട് അവളുടെ ചിട്ടയും കാര്യങ്ങളും ആരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. അതന്നെക്കാ ഞാൻ പറയണത്, നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് തന്നെയാണ് അവൾ. പക്ഷേ അവൾ അറബിയമ്മ വന്ന് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവളല്ലേ, അവരുടെ വീട്ടിലല്ലേ നിന്നത്, അവിടെയല്ലേ അവിടെ വളർന്നത്. അതിനുശേഷം അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, നിക്കാഹ് കാര്യം, നമ്മളെ നാഫിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്ത് കൊടുത്തത് അവരുടെ വീട്ടിൽ വെച്ചല്ലേ, മദീനയിൽ വെച്ച്. അപ്പം പിന്നെ അവർക്ക് അതിൻ്റേതൊരു സ്ഥാനം ഉണ്ടാവും. പിന്നെ എൻ്റെ മോളെ പോലെയാണ് ഞാൻ നൂർ ഫാത്തിമയെ കരുതുന്നത് എന്നാണ് പറയുന്നത്. കരുതുക എന്ന് മാത്രമല്ല, അവൾ എൻ്റെ മോള് കൂടിയാണ്. അതൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവർ വിളിക്കുമ്പോൾ ശരിയാണ്, അവൾ അവിടെ നിന്നല്ലേ ഇസ്ലാം മതമൊക്കെ സ്വീകരിച്ച് പിന്നെ അങ്ങോട്ടെത്തി. അവർ ഇങ്ങനെയാണല്ലോ സ്വീകരിച്ചത്. അതുമാത്രമല്ല, പിന്നീട് അവളുടെ ഒരു വീട് പോലെ തന്നെയാണ് അത്. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമ പോരാന്ന് പറഞ്ഞപ്പോൾ അറബിയമ്മ ഒരുപാട് സങ്കടപ്പെട്ടത്രേ. എന്താപ്പോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു വിധി. ഇനി ഇൻഷാ അല്ലാ അടുത്ത മാസം പോവാന്ന് പറയുമ്പോൾ എനിക്കും വല്ലാതെ വിഷമമാണ്. എടി എനിക്ക് വിഷമം ഉണ്ടാവും, പക്ഷേ ഓളെ പെറ്റ് തള്ളണ്ടല്ലോ അവിടെ. അപ്പോൾ അവർക്ക് എത്ര ഉണ്ടാവും? അവർക്കും നല്ല വിഷമം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അറബിയമ്മ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ എങ്ങനെ ആരെയും വിഷമിപ്പിക്കുന്നത് അറബിയമ്മക്ക് ഇഷ്ടമല്ലല്ലോ. ഇൻഷാ അല്ലാ നമുക്ക് നോക്കുക, വരുമല്ലോ. വന്നാൽ നല്ലൊരു റാഹത്തായിരുന്നില്ലേ, സന്തോഷമായിരുന്നു. വന്നോട്ടെ, ഒരുപാടായില്ലേ വരണമെന്ന് പറഞ്ഞ് നിൽക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ ഓരോ ബിസിനസ്സിൻ്റെ കാര്യം പ്രശ്നമൊക്കെ ആയതുകൊണ്ട് നീണ്ടു പോയതല്ലേ. എന്തായാലും വരട്ടെ. പിന്നെ മോള് പറയുന്നുണ്ട് നാഫിൻ്റെ അവിടേക്ക് പോട്ടെ, ഇങ്ങനെ പഠിപ്പിക്കുന്നിടത്തൊക്കെ അവിടെ ഒരു വീടൊക്കെ കൊടുത്തേക്കണല്ലോ, നല്ലൊരു വില്ലയാണല്ലോ കൊടുത്തത്. അപ്പോൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല. കാരണം ഇനിയിപ്പോൾ ഓനാഴ്ചയിലേ വരുള്ളൂ. അപ്പോൾ ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതുവരെ ഒറ്റപ്പെട്ടിങ്ങ് നിൽക്കണ്ടേ, എനിക്ക് സങ്കടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ ഒരുമിച്ച് ജീവിക്ക്, എത്രയെന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കുക. എപ്പോഴും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണതിനാണ് എപ്പോഴും നല്ലത്. വേറിട്ട് കിടക്കന്നെ ചെയ്യരുത്. അപ്പോൾ
നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളൂ. ഉമ്മാൻ്റെ മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടാവും എന്നെ കാണാത്തില്ല, എന്നാലും നിങ്ങൾ ആഴ്ചയിൽ വരുമല്ലോ, അതെന്നെ സന്തോഷം. നാഫിമോൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അല്ലാതെ അവനും ഈ ഇങ്ങനെ നാട്ടിലുണ്ടായിക്കൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളി എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ ചിലപ്പോൾ നാളെ പോകും അവർ. അതിന് മുമ്പായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് പോയി എന്ന് പോയിക്കോട്ടെ, അവരൊരുമിച്ച് ജീവിക്കട്ടെ അല്ലേ. അല്ലെങ്കിലും ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരെ സ്നേഹം എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ്. അവരുടെ ആ ഒരു തൊടലും തലോടലും അതൊക്കെ വലിയൊരു ആരും കൊതിക്കുന്നതാണ്. സ്നേഹത്തിലുള്ളൊരു വാക്കുകൾ ഒക്കെ ഏതൊരു പെണ്ണിനും ഭർത്താവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. അവർ എല്ലാറ്റിനും താങ്ങാണ്, തണലാണ്. ഇനിയിപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും അവരുടെ കൂടെ പോകുമ്പോൾ അതൊരു പ്രത്യേക സേഫ്റ്റി തന്നെയാണ്. ആര് കൂടെ ഉണ്ടായാലും അത് കിട്ടൂല. ആയിക്കോട്ടെ, വിഷമിക്കാൻ പാടില്ല. കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിച്ചതല്ലേ ആ പെൺകുട്ടി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നല്ല രീതിയിൽ അവർ ജീവിക്കട്ടെ. അങ്ങനെ ഉമ്മയും ഉപ്പയും സംസാരിക്കുകയാണ് അവരെക്കുറിച്ച്. നാഫി ഉസ്താദിൻ്റെയോ നൂർ ഫാത്തിമയുടെയോ റൂമിൽ. നൂറേ, ഇൻഷാ അല്ലാ നമ്മൾ നാളെ ഈ സമയം എവിടെയെന്ന് നിനക്കറിയോ? നാഫിക്ക, അത് ഉസ്താദിൻ്റെ പഠിപ്പിക്കുന്ന സ്ഥലത്തല്ലേ? മാഷാ അല്ലാ. അതെ, നിനക്ക് എന്താ സങ്കടമുണ്ടോ? സങ്കടം എന്ന് വെച്ചാൽ ഉമ്മയെ വിട്ട് പോകുന്നതിൽ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ ഇക്കയുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഉമ്മ പറഞ്ഞതല്ലേ, എന്തായാലും നമുക്ക് പോകാം. പിന്നെ എൻ്റെ പെണ്ണെ, സത്യം പറഞ്ഞാൽ നീ ഇല്ലാത്ത ദിവസങ്ങൾ എനിക്ക് വളരെയധികം മിസ്സിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആഴ്ചയ്ക്ക് ഞാൻ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്ക് തന്നെ ആയിരിക്കും. പിറ്റേന്ന് രാവിലെ തന്നെ പുറപ്പെടേണ്ടി വരും. അങ്ങനെയായിട്ട് ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ കയ്യോളം ഭയങ്കര ബിസി ആയിരിക്കും. അവിടെ ആകുമ്പോൾ എനിക്കിടയ്ക്കിടെ നിന്നെ ഒന്ന് കാണാൻ വരാലോ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. പിന്നെ നിന്നെ കാണാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. ആരാ നാഫിക്ക? അതെ, എനിക്ക് ഒരുപാട് സ്ത്രീകൾ പലഹാരങ്ങൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടു തരാറുണ്ട്. ചിലപ്പോൾ മദ്രസയിലെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തേക്കും, അതുപോലെ തന്നെ പള്ളിയിലേക്ക് കൊടുത്തേക്കും. അങ്ങനെ ഈ ഉസ്താദുമാരോട് ചില ആളുകൾക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതെ, അതുണ്ടാകും. ഉസ്താദുമാർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൊടുക്കണം, ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ അവർ പലഹാരങ്ങൾ കാര്യങ്ങൾ അത് ചിലർക്കൊരു ഇഷ്ടമായിരിക്കും. പിന്നെ അവർക്ക് കൊടുത്ത് പ്രത്യേക ഒരു കൂലി ഉണ്ടാവുമല്ലോ. കാരണം അവർ ബിസ്മി ചൊല്ലി കഴിക്കും, അൽഹംദുലില്ലാ പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അതൊക്കെ ഒരു കിട്ടലല്ലേ, അതുകൊണ്ടായിരിക്കും. അതേടി, എന്തെല്ലൊക്കെയോ പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തരും. പിന്നെ പുതിയ വീട് നമ്മളവിടെ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പുതിയ വീട് തന്നെയാണ്, പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി. എന്തൊരു ഉഷാറാണോ. അപ്പോൾ ഉസ്താദിനെ എവിടെ ചെന്നാലും ഫാൻസ് കൂടുതലാണല്ലേ? എനിക്കറിയില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. എന്തെന്നറിയില്ല, 3-4 സ്ത്രീകൾ വന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളും ഒക്കെ. എന്നോട് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയും. ഞാനത് വല്ലാതെ മൈൻഡ് ചെയ്യാറില്ല. കാരണം സ്ത്രീകളുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കാൻ പാടില്ല. അന്യ സ്ത്രീകളോട് എന്തൊക്കെ തന്നെ അവർ പറയുകയാണെങ്കിലും ഒരു ലിമിറ്റിനെ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ പരിധി വിട്ട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ദോഷമായി മാറും. നമ്മളെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അവർ പറയുകയെന്ന് വെച്ചാൽ അവർ തമാശയും കാര്യങ്ങളൊക്കെ പറയും, ചോദിക്കും, വൈഫിനെ കുറിച്ച് ചോദിക്കും. എന്താ ഉസ്താദെ നാട്ടിൽ പോകുന്നില്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കൊക്കെ ചെയ്യും. പക്ഷേ ഞാനത് വല്ലാതെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, ചില ആളുകൾക്ക് ഒരു കൂടുതൽ സ്വാതന്ത്ര്യമായിരിക്കും നമ്മളോട്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് മൂള, ചിലപ്പോൾ ഒന്ന് ചിരിക്കും, അത്ര മാത്രം. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും അവരോട് തമാശ എങ്ങനെ പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായി മാറും. പിന്നീട് അതിനേക്കാൾ വലിയ തമാശ പറഞ്ഞ് പിന്നെ ഓരോ വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിച്ച് വലിയ വലിയ തെറ്റുകളിലേക്ക് അത് വീഴും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിമിറ്റിന് മാത്രമേ പെരുമാറുള്ളൂ. ഏതൊരു അന്യ സ്ത്രീകളോടായെങ്കിലും അങ്ങനെ തന്നെ. ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലും ചോദിച്ചാലും ഒക്കെ ഒരു മറുപടി പറയാ, അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് അവരോട് വേറൊരു കുശലാന്വേഷണങ്ങൾ ഞാൻ ചോദിക്കാറില്ല. കാരണം ഒരു പക്ഷേ നമ്മൾ ഇന്നത് പറയും, നാളെ അതിൻ്റെ അപ്പുറം പറയും, പിന്നെ മറ്റന്നാൾ അതിനേക്കാൾ വലിയൊരു തെറ്റിലേക്ക് നമ്മൾ നീങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ ഇബ്ലീസ് കൂടെ ഉണ്ടാവും, ഒപ്പം നമ്മോടൊപ്പം നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അവൾ വന്നിട്ടുണ്ട്, അവളോട് കൂടുതൽ സംസാരിച്ചോ, നിന്നെ കാണാൻ വന്നതാണ്, ചെല്ല് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവർ ചിരിച്ച് കാണിക്കും, നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. അതൊക്കെ ഓക്കെയാണ്.
പക്ഷേ അതൊക്കെ നമ്മളൊരു ലിമിറ്റിൽ മാത്രം അവരോട് ആരോടായാലും തന്നെ ഇനിയിപ്പോൾ അന്യ പുരുഷന്മാരോടായാലും സ്ത്രീകളോടായാലും ഒക്കെ ഒരു ലിമിറ്റേ പാടുള്ളൂ. അത് നമ്മൾ അകലം പാലിച്ചില്ലെങ്കിൽ വലിയൊരു വിപത്ത് അവിടെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കാറില്ല. എന്തൊക്കെയോ ചോദിച്ചിരുന്നു. ഇനി നീ ഉണ്ടാകുമ്പോൾ സമാധാനമുണ്ട്, നിന്നോട് സംസാരിക്കുള്ളല്ലോ, എന്നോട് കൂടുതൽ വന്ന് ഒന്നും ചോദിക്കില്ലല്ലോ. നാഫിക്ക, അത് ഉസ്താദുമാരോടുള്ള ബഹുമാനം കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അതൊക്കെ ശരിയാണ്, ഓക്കെ, അതിലൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നോ, ഇവരുടെ വീട്ടിലൊക്കെ ആണുങ്ങളുണ്ടാവില്ലേ, മക്കളുണ്ടാവില്ലേ, അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ പോരെ, വെറുതെ എന്തിനാണ് നമ്മുടെ മുമ്പിലേക്ക് അതുമായി വരുന്നത് എന്നൊക്കെ ഞാൻ വിചാരിക്കും. നാഫിക്ക, ഒന്നും ഉണ്ടായിട്ടാവില്ല, അതൊക്കെ ഓരോരുത്തരും ഓരോ ഇഷ്ടമല്ലേ, അതൊന്നും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ കണ്ട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നൂർ ഫാത്തിമ, നിനക്ക് എന്നോട് തോന്നിയ ഇഷ്ടം അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ ഒരു ഇഷ്ടം ഒരു പെണ്ണിനോട് മാത്രമാണ്. ഇനി മറ്റൊരു പെണ്ണിനോട് ആ ഒരു ഇഷ്ടം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ നൂർ ഫാത്തിമയാണ്. അതിനപ്പുറത്തേക്കായിട്ട് എനിക്ക് ദുനിയാവിൽ ഒരു പെണ്ണില്ല. പെണ്ണൊന്നേ ഉള്ളൂ, എൻ്റെ നൂർ ഫാത്തിമ. ഇനി എന്തൊക്കെ തന്നെ ആരൊക്കെ തന്നെ ചെയ്താലും എനിക്ക് മറ്റൊരു രീതിയിൽ അവരെ കാണാനും കഴിയില്ല. എനിക്കെൻ്റെ നൂർ ഫാത്തിമ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ പെണ്ണ്. ജീവിതത്തിൽ ഒരു പെണ്ണിനെയേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അത് ക്രിസ്ത്യാനിയായ ഒരു പെണ്ണായിരുന്നു. ആ പെണ്ണിനെ ഞാൻ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു, എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു. പലവട്ടം എൻ്റെ ഉമ്മയോട് ഞാൻ ആ കഥ പറഞ്ഞപ്പോൾ ഉമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. എനിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ സ്നേഹിക്കാനും പ്രേമിക്കാനും? ഈ ഒരാളെ കിട്ടിയിട്ടുള്ളൂ. എന്താ എൻ്റെ കഥ? എത്രയോ മുസ്ലിം പെൺകുട്ടികളെ മഫ്ത ഇട്ടുകൊണ്ടും മൊക്കനെ ഇട്ടുകൊണ്ടും ഹിജാബ് ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അവരൊന്നും എനിക്ക് കണ്ണണ്ടില്ലേ? ഈ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പറയും, ഉമ്മ, ഒരിക്കലും ക്രിസ്ത്യാനിയായ രീതിയിലല്ല, മുസ്ലിമായിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുക, അങ്ങനെയാണ് നിക്കാഹ് കഴിക്കുക, ആദ്യം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം. പിന്നെ നാഫിയെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ എങ്ങനെ ആ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലേ ആകെ നാണം കെടൂലേ? ആളുകൾക്ക് എന്ത് പറയും? ഓന് വേറെ ഏതൊരു അത്രയും നല്ല ദർസിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിപ്പിച്ചിട്ട് ഓന് കിട്ടിയ പെണ്ണ് ഒരു ക്രിസ്ത്യാനി പെണ്ണ്, അയ്യേ, എന്നിട്ട് അതിനെ മുസ്ലിമാക്കി കെട്ടുക. എനിക്കാകെ നാടാണ്. ഈ ആ ഒരു വർത്താനം എന്നോട് പറയണ്ട എന്നൊക്കെ ഉമ്മ എന്നോട് ഒരുപാട് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ രാത്രി കാലങ്ങളിൽ ഒരുപാട് കരയുമായിരുന്നു. നിന്നെ ഓർത്ത് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു പോയിരുന്നു നിൻ്റെ മുഖം. ഒരിക്കൽ നീ എന്നെ ഇഞ്ചക്ട് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ ഹോസ്പിറ്റലിൽ വെച്ച്? അതെ, അന്ന് കണ്ടതാണ് നിൻ്റെ ആ മുഖം. ഞാൻ അതിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു പോയി. അതും നിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞില്ലേ, ഉസ്താദേ, മുസ്ലിംസ് മാത്രമല്ല നിങ്ങൾക്ക് ആരാധികമാരുള്ളത്, ദാ ഒരു ക്രിസ്ത്യാനി പെണ്ണുണ്ട്, അവൾ നിങ്ങളുടെ ബാങ്ക് എന്നും കേൾക്കുന്നവളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിൻ്റെ ആ മുഖത്തേക്ക് നോക്കിയത്. സത്യം പറഞ്ഞാൽ ആ മുഖം എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു. അന്ന് മുതൽ എനിക്കെൻ്റെ മനസ്സിലെ, എൻ്റെ ഹൃദയത്തിലെ ഒരു തുടിപ്പായി മാറി നീയെ. പിന്നീടതങ്ങോട്ട് വളർന്നു വലുതാവുകയായിരുന്നു. പലവട്ടം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരുപാട് ചീത്ത പറഞ്ഞു, എങ്കിലും മനസ്സിനുള്ളിൽ നിന്ന് അത് മാഞ്ഞിരുന്നില്ല. ഒടുവിൽ ഞാൻ വിചാരിച്ചു, ഉമ്മയ്ക്ക് വേണ്ടി ഒരു കല്യാണം കഴിക്കുക. പക്ഷേ എൻ്റെ സ്നേഹം കൊടുക്കാൻ അവൾക്ക് എനിക്ക് കഴിയില്ല. പക്ഷേ ഉമ്മയുടെ കണ്ണീര് അത് വീഴാനും പാടില്ല. ഉമ്മയുടെ കണ്ണീര് വീണാൽ ഒന്നും നന്നാവില്ല. ഉമ്മയുടെ ഹൃദയം എപ്പോഴും സന്തോഷിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഉമ്മയ്ക്ക് വേണ്ടി ഒരു വിവാഹം കഴിക്കുന്നേ. അത് ഒരിക്കലും എൻ്റെ മനസ്സറിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ ആ പെണ്ണുണ്ട്. അങ്ങനെയുള്ള ചിന്തയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. നിരന്തരം തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യും, ഹൃദയം പൊട്ടി ദുആ ചെയ്യും, ഒരുപാട് കരഞ്ഞ് ദുആ ചെയ്യും. അൽഹംദുലില്ലാ, എന്താണെന്നറിയില്ല, ആ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടതായിരിക്കും. പിന്നീട് ഉംറക്ക് കൊണ്ടുപോയി എൻ്റെ ഉമ്മയെ ശുശ്രൂഷിക്കുന്ന ഒരു നഴ്സായി നീ വന്നു. അതെ, ഹിജാബ് ധരിച്ച നഴ്സ്, നൂർ ഫാത്തിമ എന്ന പേരിൽ അന്നൊരിക്കലും ഞാൻ അറിഞ്ഞില്ല അത് നീയായിരിക്കുമെന്ന്. അന്ന് ഉമ്മ എന്നോട് പലവട്ടം പറഞ്ഞു, എടാ, ഒരു നഴ്സിൻ്റെ അവിടെ എന്ത് ഭംഗിയെ കാണാനെന്നോ, അതിന് മതിട്ടോ നിനക്ക്, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അപ്പോഴെല്ലാം ഞാനത് ഒഴിവാക്കുമായിരുന്നു. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എവിടെയെങ്കിലും നഴ്സിനെ കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കല്യാണം കഴിക്കുക? എന്താ നിങ്ങളെ കഥ? അതൊക്കെ വല്ല ഫിലിപ്പൈൻസുകളും വേറെയുള്ള
ആളുകളൊക്കെ ആയിരിക്കും. അവരൊക്കെ കല്യാണം കഴിക്കുക. അല്ലടാ, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഒരു അറബി പെണ്ണായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷെ മലയാളം സംസാരിക്കണമുണ്ട്. ഉമ്മ, നിങ്ങളീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അന്ന് ഉമ്മയോട് ഞാനും പറഞ്ഞു. സത്യം പറഞ്ഞാൽ സങ്കടം കൊണ്ടായിരുന്നു അത്. ഞാനൊരു നേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിരുന്നു. ഇപ്പോഴിത് ഉമ്മ മറ്റൊരു നേഴ്സുമായി വന്നിരിക്കുന്നു. അങ്ങനെ ഉമ്മയുടെ വാക്ക് കേൾക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് സ്വർഗം നഷ്ടപ്പെടും, അതെനിക്കറിയാം. അതുകൊണ്ട് ഉമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ വഴങ്ങുകയായിരുന്നു. മനമില്ല മനസ്സോടുകൂടി ഞാൻ നിന്നെ കാണുവാൻ വേണ്ടി അതാ വരികയാണ്. മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ട്. എൻ്റെ മനസ്സിൽ റീന എന്ന ആ ഒരു ക്രിസ്ത്യാനി പെണ്ണായിരുന്നു. അവളെ മുസ്ലിമാക്കി നിക്കാഹ് കഴിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഉമ്മ അപ്പോഴേക്കും വേറെ ഏതോ സിസ്റ്ററെ കണ്ടുപിടിച്ചു. എനിക്ക് വേണ്ടി മനമില്ല മനസ്സോടുകൂടി ഞാനതാ പെണ്ണ് കാണുവാൻ വേണ്ടി പോവുകയാണ്. ഹിജാബ് ധരിച്ച ഒരു പെണ്ണിനെയാണ് ഞാൻ അവിടെ കണ്ടത്. പിന്നീട് ആ നിക്കാബൊന്ന് പൊന്തിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, റഹ്മാനെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പടച്ച റബ്ബിനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞ് നന്ദി പറഞ്ഞു. അതെ, അതാണ് നീയെ, എൻ്റെ നൂർ ഫാത്തിമ. റീന എന്ന ക്രിസ്ത്യാനി പെണ്ണ് മുസ്ലിമായി വന്ന നൂർ ഫാത്തിമ. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കയ്യിൽ തന്നെ അത് എത്തിച്ചു. എൻ്റെ ഉമ്മയുടെ ഇഷ്ടപ്രകാരം പടച്ച റബ്ബിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാത്ത നിമിഷം. അല്ലാ, നീ ഇത്രക്കും കാരുണ്യവാനോ? കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചു. അത്രക്കും നൂർ ഫാത്തിമ, അതാണ് നമ്മളെ പടച്ച റബ്ബ്. അന്നാണ് ആ വാക്കിനർത്ഥം ഞാൻ മനസ്സിലാക്കിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അതെ, അവൻ പരമകാരുണ്യവാനാണ്, കരുണാനിധിയാണ്. അന്നാണ് അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. നൂർ ഫാത്തിമ സത്യമായിട്ടും ഉസ്താദും നൂർ ഫാത്തിമയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർക്ക് അള്ളാഹുവിനോട് എത്ര നന്ദി പറയണമെന്നറിയുന്നില്ല. അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങി.